ഞാൻ സൗമ്യ ഷഫീഖ്. എല്ലാവർക്കും M4 ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ വില്ലനാവുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിലേത് പ്രതിസന്ധിയും നമുക്ക് ഇല്ലാതാക്കാൻ സഹായിക്കുന്ന പല മാർഗങ്ങളും ഇന്ന് വിപണിയിലും ലഭ്യമാണ്. എന്നാൽ ഇവയുടെ പാർശ്വഫലങ്ങളെക്കുറിച്ച് ഉപയോഗിച്ച് കുറച്ച് കഴിയുമ്പോഴാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ ഉപയോഗത്തിൽ ഫലം കണ്ടാലും പിന്നീട് അല്പം ശ്രദ്ധിച്ച് ഉപയോഗിക്കാൻ എല്ലാവരും നിർബന്ധിതരാകും. കാരണം അത്രയ്ക്കാണ് പാർശ്വഫലങ്ങൾ എന്നത് തന്നെയാണ്. അതുപോലെ സൗന്ദര്യ സംരക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് ഇനി പല വിധത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായി വരും. ആരോഗ്യ സംരക്ഷണം മാത്രമല്ല, സൗന്ദര്യ സംരക്ഷണവും ഒരു വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. എന്തിനധികം മുഖം കഴുകുന്നത് പോലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായി മാറിയിട്ടുണ്ട്. മുഖം കഴുകുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. സാധാരണ 4 തവണയിൽ കൂടുതൽ മുഖം കഴുകുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങളുടെ ചർമ്മത്തിൻ്റെ കാര്യം പോക്കാണ്. മുഖം കഴുകുമ്പോൾ ചർമ്മത്തിന് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രീ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നിങ്ങൾക്കൊരു കുഞ്ഞു ബെല്ലിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകുന്നത് കൊണ്ട് നമ്മുടെ മുഖത്തിന് എന്തെല്ലാം വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. മുഖം കഴുകുന്നത് നല്ലതാണ്. എന്നാൽ ഇതിൻ്റെ എണ്ണം കൂടുമ്പോഴാണ് അത് പ്രശ്നമുണ്ടാക്കുന്നത്. കാരണം ഒന്നിൽ കൂടുതൽ തവണ മുഖം കഴുകുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ അത് 4 തവണയിൽ കൂടുതലാവുമ്പോഴാണ് പ്രശ്നമാവുന്നത്. കാരണം ഇത് മുഖത്തെ ചർമ്മത്തിനുണ്ടാവുന്ന സോഫ്റ്റ്നെസ് കളയുന്നു. മാത്രമല്ല ചർമ്മത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇതൊരു കാരണമാകും. അതുപോലെ ചർമ്മം വരണ്ടതാക്കുന്നതിനും ഈ അമിത മുഖം കഴുകൽ ഒരു കാരണമാകും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിച്ചാൽ മാത്രമേ അത് ചർമ്മ സംരക്ഷണത്തിനും കൂടി സഹായകമാവുകയുള്ളൂ. ഏത് ചർമ്മ പ്രതിസന്ധിയും പരിഹാരം കാണുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ ചർമ്മത്തിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് എത്തരുത് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. അല്ലെങ്കിൽ അത് നമ്മളിൽ പ്രതിസന്ധികൾ തന്നെയാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ചർമ്മത്തിന് സ്വാഭാവികമായി ഒരു എണ്ണമയമുണ്ട്. ഇത് നഷ്ടപ്പെടുന്നതിന് പലപ്പോഴും ഈ മുഖം കഴുകൽ കാരണമാകുന്നു. ഇത്തരം അവസ്ഥകളിൽ അല്പം ശ്രദ്ധ നൽകിയില്ലെങ്കിൽ അത് ചർമ്മത്തിന് കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. സ്വാഭാവികമായ എണ്ണമയത്തിന് പരിഹാരം കാണുന്നതിനാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ അത് അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും. പിന്നെയുള്ളത് മുഖക്കുരുവിനുള്ള സാധ്യതയാണ്. പലപ്പോഴും കൂടുതൽ തവണ മുഖം കഴുകുന്നവരിൽ മുഖക്കുരുവിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ചർമ്മവും കൈയുമായുള്ള സമ്പർക്കം കൂടുന്നത് തന്നെയാണ് ഒരു കാരണം. മാത്രമല്ല ചർമ്മത്തിൻ്റെ സ്വാഭാവിക എണ്ണമയം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം നമ്മൾ ശ്രദ്ധ നൽകിയില്ലെങ്കിൽ അത് ചർമ്മത്തിൽ മുഖക്കുരുവിനുള്ള അതുപോലെ തന്നെ അമിത വിയർപ്പും അഴുക്കും ഉണ്ടാക്കുന്ന അസ്വസ്ഥതകൾ മൂലമാണ് നമ്മളെ പലരും ഇങ്ങനെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകുന്നത്. എന്നാൽ പലപ്പോഴും ഇത് ചെയ്യുന്നത് പല വിധത്തിൽ ചർമ്മത്തിൻ്റെ ബാക്ടീരിയ വർദ്ധിക്കുന്നതിനൊരു കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മുഖം കഴുകൽ അല്പം ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ്. പിന്നെ നമ്മുടെ ചർമ്മത്തിൻ്റെ സ്വാഭാവികത ഇത്തരത്തിൽ നമ്മളിങ്ങനെ മുഖം കഴുകുമ്പോൾ നമ്മുടെ ചർമ്മത്തിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് അത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അവസ്ഥയെ നമുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് അമിതമായി മുഖം കഴുകാതിരിക്കുക എന്നത് തന്നെയാണ്. ഇത് ശ്രദ്ധിച്ചാൽ മുഖത്തിന് തിളക്കവും ആരോഗ്യം നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇന്നത്തെ ഈ ചെറിയ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രീ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെയായിട്ട് നിങ്ങൾക്കൊരു കുഞ്ഞു ബെല്ലിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. താങ്ക്സ്.